പുല്ലുമേഞ്ഞ ഷെഡിൽ സ്ലീപ്പിംഗ് ബാഗിൽ കയറി കിടന്ന് ആണ് അവിടെ പലപ്പോഴും അന്തി ഉറങ്ങിയിരുന്നത്. അവർ അച്ഛൻ ചെല്ലുമ്പോൾ പാട്ടുപാടി നമ്മളെ സ്വീകരിക്കുന്നത് അച്ഛൻ വന്നു ദൈവം വന്നു എന്നായിരുന്നു. ഈ സ്ത്രീയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അമ്മയുമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എനിക്കങ്ങനെ ഒരു മകളൊന്നുമില്ല. മാമോദിസ കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് പള്ളിയിൽ എടുത്തുകൊണ്ട് പോയപ്പോൾ അതൊരു മാന്നാനത്ത് ഒരു പുത്തൻ കുർബാനയായിരുന്നു, ഒരു ചായൽക്കടവിൽ അച്ഛൻ്റെ. ആ പുത്തൻ കുർബാന കണ്ടുകൊണ്ടിരുന്നപ്പോൾ അമ്മ പ്രത്യേകം പ്രാർത്ഥിച്ചു, എൻ്റെ ഈ മോനും ഒരു അച്ഛനാകണേ, അങ്ങനെ ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു വൈദികനാകണേ എന്ന് അമ്മ പ്രാർത്ഥിച്ചത് എന്നോടെപ്പോഴും പറയുമായിരുന്നു. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് ദൈവവിളിയെ പറ്റിയുള്ള ചിന്ത, അച്ഛനാകാനുള്ള ചിന്ത കിട്ടിയതിന് ഒരു കാരണം അത്. ആയിരത്തി 1969 ഡിസംബർ 18 കർദിനാൾ ജോസഫ് പാറേക്കാട്ടിൽ പിതാവിൽ നിന്ന് വൈദിക പട്ടം സ്വീകരിച്ചു. മേഘാലയയിലേക്ക് മിഷൻ പ്രവർത്തനത്തിന് പോകാനുള്ള ഒരു ചാൻസ്, അത് പുതിയടത്തച്ഛൻ അവിടെ നിന്ന് തിരിച്ചു പോന്നു കഴിഞ്ഞപ്പോഴുള്ള ചാൻസായിരുന്നു. ഗാരോ ഹിൽസിലുള്ള തിക്രിക്കില റേസുബെൽപാറ എന്ന മിഷനിലേക്ക് അന്നത്തെ ചാൻസലർ അച്ഛൻ, അതായത് ഒരു ബിയാങ്കി അച്ഛനാണ്, അദ്ദേഹം എന്നെ കൊണ്ടുവന്നാക്കി. അവിടെ ഞാൻ 1.5 വർഷത്തോളം റേസുബെൽപാറ മിഷനിൽ EV ജോർജ് അച്ഛൻ്റെ അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്തു. അവിടെ വേറൊരു അച്ഛനും ഉണ്ടായിരുന്നു, ഫാദർ ഐ സി ചാക്കോ എന്ന ഇല്ലിപ്പറമ്പിലച്ഛൻ്റെ കൂടെ വില്ലേജുകളിൽ പ്രാക്ടീസ് എടുത്തു ഗ്രാമസന്ദർശനത്തിന്. അത് കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ ഗാരോ ഭാഷ പഠിച്ച് ഞാൻ വില്ലേജുകളിൽ തനിച്ച് ഗ്രാമസന്ദർശനത്തിനും കുർബാന ചെല്ലാനും പ്രസംഗിക്കാനും ഒക്കെ പോകാൻ തുടങ്ങി. ഈറ്റോലച്ഛന് അമേരിക്കയ്ക്ക് പോയപ്പോൾ എന്നെ ആ മിഷൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. ആ മിഷൻ്റെ കീഴിലുള്ള എല്ലാവരുമായിട്ടും എനിക്ക് നല്ല സമ്പർക്കമായിരുന്നു. അവരെയെല്ലാം പേഴ്സണലായിട്ട് പേര് വിളിച്ച് പറയാൻ മാത്രമേ എനിക്ക് അറിവുണ്ടായിരുന്നു. പിന്നെ എല്ലാ വില്ലേജിലും ഞാൻ ഗ്രാമസന്ദർശനത്തിന് പോയിക്കൊണ്ടിരുന്നു. അത് അവിടുത്തെ ഗ്രാമത്തിൻ്റെ വില്ലേജുകളുടെ വീടുകളുടെയൊക്കെ പ്രത്യേകത അനുസരിച്ച് പലയിടത്തും അച്ഛന് താമസിക്കാനുള്ള സൗകര്യം പോലും ഇല്ലായിരുന്നു. അപ്പോൾ അവർക്കുള്ള പുല്ലുമേഞ്ഞ ഷെഡിൽ സ്ലീപ്പിംഗ് ബാഗിൽ കയറി കിടന്ന് ആണ് അവിടെ പലപ്പോഴും അന്തി ഉറങ്ങിയിരുന്നത്. അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. ചില വില്ലേജിൽ ചെന്നാൽ അതുപോലും ഇല്ലാത്ത സാഹചര്യത്തിൽ വൃക്ഷത്തിൻ്റെ കീഴിൽ സ്ലീപ്പിംഗ് ബാഗിൽ കയറി കിടന്ന് വിശ്രമിക്കേണ്ട രംഗവും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും പിന്നീട് കൂടുതൽ അവിടെ സൗകര്യങ്ങളുണ്ടായി. പ്രത്യേകിച്ച് മിഷൻ സെൻറ്ററിൽ നല്ല ഒരു പ്രസ്ബിറ്ററിയൊക്കെ പണിതു. അങ്ങനെ നല്ല രീതിയിൽ അവിടെ താമസിക്കും. പിന്നെ അവിടെ നിന്ന് വില്ലേജിലേക്ക് പോകുമ്പോൾ മറ്റ് ഗ്രാമക്കാരും വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നു. അവിടെയൊക്കെ പോയിരുന്നപ്പോൾ വളരെയേറെ സന്തോഷവും സംതൃപ്തിയുമാണ് ഉണ്ടായിരുന്നത്. എന്താണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് നമ്മൾ ചെല്ലുമ്പോൾ വളരെ 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 സന്തോഷമാണ്. ആഘോഷമായ സ്വീകരണം, അവർ ഗേറ്റൊക്കെ ഉണ്ടാക്കി അർച്ച് ഒക്കെ സംഘടിപ്പിച്ച് ആഘോഷമായിട്ട് നമ്മളെ വില്ലേജിൻ്റെ അതിർത്തിയിൽ വന്ന് സ്വീകരിച്ചു കൊണ്ട് പോകുമായിരുന്നു. അവർ അച്ഛൻ ചെല്ലുമ്പോൾ പാട്ടുപാടി നമ്മളെ സ്വീകരിക്കുന്നത് അച്ഛൻ വന്നു ദൈവം വന്നു എന്നായിരുന്നു. അതിന് മാത്രം സന്തോഷവും സംതൃപ്തിയുമായിരുന്നു. അവരെ ടേപ്പ് റെക്കോർഡിൽ പാട്ട് കേൾപ്പിക്കും. അവർ പറയുന്ന അതൊക്കെ റെക്കോർഡ് ചെയ്ത് അവരെ കേൾപ്പിക്കും. അതൊക്കെ ട്രൈബൽസിന് വളരെ വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു. അവർ തന്നെ പാടുന്ന പാട്ടുകൾ അവർക്ക് തിരിച്ചു കേൾക്കാൻ സാധിക്കുമ്പോൾ ഉണ്ടായിരുന്ന സംതൃപ്തി ഇന്നത്തെ കാലമല്ലല്ലോ, ആ കാലത്ത് വളരെയേറെ അവർക്ക് ആഹ്ലാദകരമായിരുന്നു. ആ പ്രദേശത്തുള്ള അവരെല്ലാം വന്ന് ഈ പറഞ്ഞ പാട്ട് കേൾക്കാനും കുർബാനയിൽ അവർക്ക് പങ്കെടുക്കാനും ഒക്കെ അവർക്ക് ഇഷ്ടമായിരുന്നു. എന്നിട്ട് അവർ നമ്മൾ പോകുമ്പം പറയും, ഞങ്ങൾക്കും ജ്ഞാനസ്നാനം സ്വീകരിക്കണം,
പഠിക്കണം, അവിടെ ചേരണം, സഭയിൽ ചേരണം എന്ന് പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെ പറയുന്നവർക്ക് പിന്നീട് നമ്മുടെ കാറ്റക്കിസ്റ്റ് പഠിപ്പിക്കും, സിസ്റ്റേഴ്സ് എന്ന് അവർക്ക് വേണ്ട പറഞ്ഞു കൊടുക്കും. 2019 ഞാനും ഈറ്റോലച്ചനും കൂടി തുടങ്ങിയ ആ മിഷൻ്റെ ഗോൾഡൻ ജൂബിലി ആയിരുന്നു. ആ ഗോൾഡൻ ജൂബിലിക്ക് അവർ പ്രത്യേകം ക്ഷണിച്ചു. ഞാനിവിടുന്ന് പോയി, ഞങ്ങൾ 4 പേര് പോയി. അവർക്കൊക്കെ അത്ഭുതമായിരുന്നു. ആ പിള്ളേർക്ക് പോലും അവിടെ താമസിക്കാൻ തോന്നിപ്പോയി. അത്രമാത്രം ആ ആളുകളുടെ സ്നേഹവും ആ രീതികളും ഒക്കെ കണ്ടപ്പോൾ അവർക്ക് താല്പര്യം തോന്നി എന്നുള്ളതാണ് വിഷയം. അവർക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കാനും വിശുദ്ധ കുർബാന കൊടുക്കാനും അതുപോലെ തന്നെ അവരെ ജപമാല ചൊല്ലാൻ പഠിപ്പിക്കാനും പിന്നെ വിശുദ്ധ കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കാനും സാധിച്ചത് അങ്ങേയറ്റം സംതൃപ്തിയായിട്ട് എനിക്കിപ്പോഴും ഉണ്ട്. ശിമോഗ സെൻറ്ററിലും ആനവട്ടിയിലും മസ്തിക്കട്ടയിലും സാഗറിലുമായിട്ട് ഞാൻ 9.5 വർഷം അവിടെ ചെലവഴിച്ചു. അങ്ങനെ മിഷൻ ജീവിതം എനിക്ക് എന്നും എപ്പോഴും ഒത്തിരിയേറെ സംതൃപ്തി തന്നിരുന്നതാണ്. അവിടെ വിശുദ്ധ കുർബാനയിലോ കൂദാശകളിലോ ഒക്കെ സംബന്ധിക്കാൻ പറ്റാതിരുന്നവർക്കൊക്കെ അത് കൊടുക്കാനും അതിൽ അവരെ പങ്കുചേർക്കാനും പിന്നെ സാധിക്കുന്ന രീതിയിൽ അവരുടെ വിദ്യാഭ്യാസപരമായ അതുപോലെ സാമ്പത്തികമായ കാര്യങ്ങളിലൊക്കെ സഹകരിക്കാനും അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കാനും ഒക്കെ സാധിച്ചതിനെ പറ്റി ഓർക്കുമ്പോൾ ഞാൻ വളരെ വളരെ സന്തോഷവാനാണ്. ഒരു കൊച്ചിനെ 2.5 വയസ്സ് മുതലെടുത്ത് വളർത്തി പഠിപ്പിക്കാൻ എൻ്റെ ബെനിഫാക്ടേഴ്സും ഒക്കെ അതിന് കാര്യമായിട്ട് സഹകരിച്ചു. ഞാൻ ആനവട്ടിയിലായിരുന്നപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഇന്ന് അച്ഛാ ഒരു ഫാമിലി എൻ്റെ അടുത്ത് വന്നു, വളരെ ദൂരെ നിന്ന് വന്ന ശിരാൽക്കൊപ്പയെന്ന്. അവർ വന്നത് നമ്മുടെ ഡിസ്പെൻസറിയിൽ വന്നാൽ ചികിത്സ ലഭിച്ച് സുഖമാക്കാൻ പറ്റും എന്നുള്ള ചിന്തയോടെയാണ് അയാളെ അവിടെ കൊണ്ടുവന്നത് അവർ. എന്നിട്ട് സിസ്റ്റർ നോക്കിയപ്പോൾ അയാൾ TBയുടെ മൂർധന്യാവസ്ഥയിലായിരുന്നു. അയാൾ ഒന്നുകിൽ ഇന്ന് മരിക്കും അല്ലെങ്കിൽ നാളെ മരിക്കും, അതിൽ കൂടുതൽ മുന്നോട്ട് പോകില്ല. ഞാൻ തൽക്കാലം പെയിൻ കില്ലർ ടാബ്ലറ്റ്സ് മാത്രം കൊടുത്താണ് വിട്ടിരിക്കുന്നത്. പക്ഷേ അയാൾ അന്ന് തന്നെ മരിക്കുകയും പിറ്റേ ദിവസം രാവിലെ ഞങ്ങളവിടെ പബ്ലിക് സെമിത്തേരിയിൽ ഞങ്ങൾ അടക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ തള്ളയ്ക്കും ആ 3 കൊച്ചുങ്ങൾക്കും പോക്കടയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ആനവട്ടി മിഷൻ്റെ ചുമതലയായിരുന്നുകൊണ്ട് ഞാൻ സിസ്റ്റേഴ്സിനോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, അവരെ തൽക്കാലത്തേക്ക് അവിടെ താമസിപ്പിക്കാം. എന്നിട്ട് ഞങ്ങൾ വേണ്ട അന്വേഷണം നടത്തിയപ്പോൾ മരിച്ചുപോയ അയാളുടെ വേണുഗോപാൽ എന്ന് പറഞ്ഞ അയാളുടെ ഒരു ഡയറി ഉണ്ടായിരുന്നു. ആ ഡയറിയിൽ ഈ സ്ത്രീയുടെ അഡ്രസ്സും ഉണ്ടായിരുന്നു. അമ്മയുമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എനിക്കങ്ങനെ ഒരു മകളൊന്നുമില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുക ഇത്. ഏതായാലും ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ അവസാനം ആ അമ്മ സമ്മതിച്ചു, ഇങ്ങോട്ട് വിട്ടേര്, ഞാൻ സ്വീകരിച്ചോളാം. അന്നേരം ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഞങ്ങൾ ഈ മൂത്ത കുട്ടിയെ 2.5 വയസ്സുള്ള മൂത്ത കുട്ടിയെ, മറ്റേത് 1.5 വയസ്സ് 3 മാസം പ്രായം, അപ്പോൾ 2.5 വയസ്സുള്ള കുട്ടിയെ ഞങ്ങൾ സ്വീകരിച്ച് ഞങ്ങൾ വളർത്തിക്കോളാം, പഠിപ്പിച്ചോളാം, എപ്പം വേണേലും നിനക്ക് ആവശ്യമുള്ളതനുസരിച്ച് വേണേൽ വിട്ടു തന്നോളാം എന്നും പറഞ്ഞ് ഞങ്ങൾ ആ കുഞ്ഞിനെ സ്വീകരിച്ചു. ആ കുഞ്ഞ് ഞങ്ങളുടെ കൂടെ നിന്ന് പഠിച്ചു. സിസ്റ്ററാകാൻ താല്പര്യം പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, അവിടെ നീ നേഴ്സിംഗ് കൂടെ പഠിക്കുക, നല്ലതാണ്. അങ്ങനെ അവിടെ നേഴ്സിംഗ് പഠിപ്പിച്ചു. നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞപ്പം വീണ്ടും ആ കൊച്ചു പറഞ്ഞു, എനിക്ക് സിസ്റ്ററാകാനാണ് താല്പര്യം. അങ്ങനെ ആ കുട്ടി ഒരു സിസ്റ്ററായിട്ട് ഇപ്പോൾ നല്ല രീതിയിൽ നേഴ്സിംഗ് സേവനം ചെയ്തുകൊണ്ട് ഒളയന്നൂർ മിഷനിൽ ഉണ്ട്. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.